എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട്. പിന്നല്ലാണ്ട് നമ്മുടെ കൊച്ചിലെ പരിപാടി നമ്മ ആഘോഷിക്കാതെ പിന്നെ വേറെ ആരാഘോഷിക്കാനാ ടീമ്? എത്രാമത്തെ വർഷം? ഇതിപ്പോ ഒരു 3 വർഷമായി അങ്ങ് ഇറങ്ങാൻ തുടങ്ങി. അവസാനം വരെ ഉണ്ടാവും. പിന്നല്ലാണ്ട് ശീലത്തിന്റെ ഭാഗമായിരിക്കും. എന്തോ ശീലത്തിന്റെ ഭാഗമായിരിക്കും. അതെ അതെ അതെ. പ്രച്ഛന്നവേഷ മത്സരമാണ്. ഇവരൊരു മത്സരമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഈ ഘോഷയാത്രയെ എങ്ങനെയുണ്ട് ഇത്രവരത്തെ? എല്ലാം തകർപ്പൻ, അടിപൊളി. എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മളുടെ ഇന്നത്തെ ദിവസമൊക്കെ പങ്കെടുത്തില്ല പിന്നെ കൊച്ചിക്കാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇഷ്ടം. അതെ 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 നിങ്ങളുടെ ഒരു അതെ അതെ തന്നെ, ഭയങ്കര ആവശ്യം. നമുക്ക് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു എനർജി അതെ അതെ. എങ്ങനെ? നല്ല ആവശ്യമുണ്ട്. സൈക്കിൾ തള്ളാൻ വേണ്ടി വന്നേക്കാണ്. സൈക്കിൾ പഠിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. പയ്യന് സൈക്കിളോട്ട് അറിയാൻ പാടില്ല, ലൈസൻസ് ഇല്ലെന്ന്. ഇതിപ്പോ തള്ളലാണ്. എന്ത് ചെയ്യാനാണ്? ഇവിടെ നിന്ന് ഇങ്ങനെ കൈകൊണ്ട് തള്ളും, പിന്നെ ഇവിടെ നിന്ന് വായ കൊണ്ട് തള്ളും. എങ്ങനെയുണ്ട് രണ്ട് ഭാഗങ്ങളിൽ ഇങ്ങനെ ആളുകളെ കാണുമ്പോൾ? ഞങ്ങൾ എല്ലാ വർഷവും ഇത് ചെയ്യാറുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു സംഭവമാണ് കൊച്ചിക്കാർക്ക്. ഞാനൊരു എക്സ് ആർമിയാണ്. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം. പങ്കെടുക്കുന്ന എങ്ങനെയാണ്? ക്ലബ്ബുകളാണോ അല്ല ഓരോ പ്രദേശത്തായിട്ട് ആൾക്കാർ പങ്കെടുക്കും, അല്ലാണ്ട് ക്ലബിൽ നിന്നും പങ്കെടുക്കാറുണ്ട്. ഞങ്ങളിപ്പോ ഞാനിത് അളിയനും അളിയനുമാണ്, മനസ്സിലായി. ഞങ്ങളൊരു സ്പിരിറ്റിന്റെ പുറത്ത്, അങ്ങനെ ഒരു സന്തോഷത്തിന്റെ പുറത്ത് എല്ലാവരും ചിരിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഇറങ്ങിയേക്കുന്ന ഒരു സംഭവമാണ്. താങ്ക് യു വെരി മച്ച്. എങ്ങനെയുണ്ട്? അടിപൊളി. വർഷം പങ്കെടുക്കും? ഇല്ല, ഞാൻ ഈ വർഷം പങ്കെടുക്കും. ഈ വർഷം ശകുന്തള മോനാണ്. ശരി. എന്താ പേര്? ശകുന്തള തന്നെയാണോ പേര്? ആദ്യത്തെ തവണയാണ് പങ്കെടുക്കുന്നത്. ഉഷാറാ കേട്ടോ. ഇഷ്ടം പോലെ പ്രച്ഛന്ന വേഷം. ഇതാ